കണിയാപുരത്തിനും പള്ളിപ്പുറത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇത്. നിലവിൽ കണിയാപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഈ വാർഡിന്റെ മെമ്പർ എന്ന് പറയുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ മൂക്കിന് താഴെയാണ്, അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ 90% പോയി വന്നുകൊണ്ടിരിക്കുന്ന റോഡിലാണ് ഈ അവസ്ഥ കാണുന്നത്. ഇതിനെ ഇത്രയും ദിവസമായിട്ട് നടപടിയെടുക്കാനോ കർമ്മസേന പറയുന്ന ഒരു വ്യക്തികളും വരാനോ തയ്യാറായിട്ടില്ല. എല്ലാ വേസ്റ്റുകളും കയറി പൊട്ടിച്ച് നോക്കുമ്പോഴേ മഴ പെയ്തതുകൊണ്ട് പലതിന്റെ അഡ്രസ്സുകൾ പോക്കാണ്. 3ഓളം അഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് എല്ലാ കവറിൽ നിന്നും. ബാക്കി എല്ലാ അഡ്രസ്സുകളും പോയി. ആ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ എന്റെ ഉണ്ട്. ഞാനത് വൈകുന്നേരം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. കണിയാപുരത്തിനും പള്ളിപ്പുറം CRPF ക്യാമ്പിനും ഇടയിലുള്ള സ്ഥലത്താണ് ഈ വേസ്റ്റ് നിരന്തരമായി വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. അത് ആരും നിസ്സാരപ്പെട്ടവരല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരോ വീട്ടിൽ ഇത് ഇടാൻ സ്ഥലമില്ലാത്തവരോ ഒന്നുമല്ല. ഇപ്പൊ തന്നെ സർക്കാരിന്റെ കീഴിലും പഞ്ചായത്തുകളുടെ കീഴിലും മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വേസ്റ്റ് എടുക്കാൻ എല്ലാം ആളുണ്ട്. ഹരിത കർമ്മസേനയുണ്ട്, കർമ്മം ചെയ്യാൻ ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്. എന്നിട്ടും നിരന്തരമായി ഇവിടെ കൊണ്ടുവന്ന് ഈ വേസ്റ്റ് തള്ളുന്നത് വിവരമില്ലായ്മയാണ്. ഞാൻ ആ വേസ്റ്റുകൾ മൊത്തവും പൊട്ടിച്ച് പരിശോധിച്ചാൽ എനിക്കൊരു 3, 4, 5 അഡ്രസ്സുകൾ കിട്ടി. പക്ഷെ അതിൽ 2, 3 എണ്ണം വ്യക്തതയില്ല. കാര്യം മഴ പെയ്ത് ആ തെർമൽ പ്രിന്റിങ് മൊത്തം പോയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ കിട്ടിയ അഡ്രസ്സുകൾ ഞാൻ വ്യക്തി നോക്കാതെ ഞാൻ ഇതിനകത്ത് പബ്ലിഷ് ചെയ്യും. ഒരു സംശയവും വേണ്ട, ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കും. വേറെ ഒന്നിനുമല്ല, നാളെ കാറിക്കനച്ച് തുപ്പുന്ന തുപ്പല് പോലും റോട്ടിൽ തുപ്പരുത്. ഈ വീഡിയോയോട് കൂടി ആ ഒരു വ്യക്തിയെങ്കിലും നന്നാവണം. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു സംശയം വേണ്ട, ഇതിനെതിരെ എന്ത് നടപടി വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. ആടിന്റെ അറവ് മാലിന്യം കൊണ്ടുവന്ന് ചാക്കിൽ കൊണ്ടുവന്നിട്ട് പട്ടികൾ കടിച്ചു വലിക്കുന്ന ഉൾപ്പെടെ ആ വീഡിയോയ്ക്കകത്തുണ്ട്. വേസ്റ്റുകൾ, ബിയർ ബോട്ടിലുകൾ, ലിക്കർ ബോട്ടിലുകൾ എന്ന് വേണ്ട, പാൻപരാഗ് മുതൽ തമ്പാക്ക് മുതൽ അപ്പോൾസറി കടയുടെ കാർ അപ്പോൾസറി ചെയ്യുന്ന കടകളുടെ അപ്പോൾസറി വേസ്റ്റ് ഉൾപ്പെടെ ബാർബർ ഷോപ്പിലെ വേസ്റ്റ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. അതെല്ലാം പൊട്ടിച്ച് പരിശോധിച്ചതാണ്. അപ്പം ഇതിനകത്തുനിന്ന് കിട്ടുന്ന അഡ്രസ്സുകളും രേഖകളും മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പൊ അതിന് കിട്ടിയതിനെ ഞാൻ ഇടുന്നുണ്ട്. ഇതിന് നടപടി സർക്കാർ ഉചിതമായ നടപടികൾ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്താണെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ആരോ ആയിക്കോട്ടെ, കൃത്യമായിട്ട് നടപടിയെടുക്കുക. 1000 രൂപ 250 രൂപയുടെ ഫൈൻ അടിക്കാതിരിക്കുക, 10,000-ന് മുകളിൽ എമൗണ്ട് ഫൈൻ അടിക്കുക. അവിടെ നിന്ന് വൃത്തിയാക്കുന്ന മൊത്തം ചെലവും ആ ആൾക്കാരിൽ നിന്ന് എക്സ്ട്രാ മേടിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ കൊണ്ട് തള്ളുന്നവന്മാർ ഇത് നിർത്തൂ. ഇത് കൊണ്ട് തള്ളണവന്മാര് വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാരൊന്നുമല്ല, നല്ല വിദ്യാഭ്യാസം ഉള്ളവന്മാരാ. AC ഇട്ട് കാറിൽ അങ്ങോട്ട് ഇരുന്ന് പോകും, ഇതെടുത്തങ്ങോട്ട് വീട്ടിൽ നിന്ന് എടുത്ത് വണ്ടിക്കകത്തോട്ട് വെക്കും. പോകുന്ന വഴിയിൽ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് അങ്ങ് താക്കും, എടുത്തങ്ങ് എറിയും. ഇതാണ് കാണിക്കുന്നത്. ആ കാണിപ്പോ അങ്ങ് മതിയാക്കിയാൽ മതി. സ്വന്തം വീട്ടിലിടുക, ഇല്ലെങ്കിൽ കത്തിച്ചു കളയുക, ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുക. നീ വീട്ടിൽ മേടിച്ചോണ്ട് വന്ന് തിന്നിട്ട് നീ അതും കൂടെ കൊണ്ടുവന്ന് ഇവിടെ തള്ളണ്ട. അപ്പൊ നിനക്ക് തിന്നതിന്റെ എല്ലിന്റെ ഇടയിൽ കയറിയത് കൊണ്ടാണ്. വേറെ ഒന്നും ഈ കാര്യത്തിൽ പറയാനില്ല. ഇതിനുള്ള നടപടികൾ സർക്കാർ എടുക്കുക, അത്ര മാത്രമേ ഇതിന് പറയാനുള്ളൂ. ഈ കിടന്ന് പുഴുക്കണത് ഒന്ന് പട്ടിയും ബാക്കി മനുഷ്യന് തിന്നാൻ വേണ്ടി കൊടുത്ത ആടിന്റെ വേസ്റ്റുമാണ്. ഇത് കൊണ്ടിട്ടോനും വിവരമില്ല, ഇതുവഴി പോയ ആൾക്കാർക്കും ഇല്ല. ഇത് കൃത്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനമോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഇത് കണ്ടിട്ട് ഇതിന് നടപടിയെടുക്കാനോ ഈ നിമിഷം വരെ ശ്രമിച്ചിട്ടില്ല. ഇത് ഇവിടെ കിടന്ന് പുഴുത്ത് നാറേട്. ഇതേപോലെ ഈ നാറ്റത്തിനെയും കാട്ടി അസഖ്യമായ നാറ്റം വമിക്കുന്നവന്മാരെ കൊണ്ടുവന്ന് ഇട്ടതാണ് ഇത്.